ട്രൂ ടു ലവ് എന്ന് പറഞ്ഞ ഈ ഡ്രാമ ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമയാണ്. നായികയായ ബോറ ഒരു ഡേറ്റിംഗ് കോച്ചും ഇൻഫ്ലുവൻസറും റൈറ്ററും ആണ്. നായകനായ സൂഹൂക്ക് ഒരു പബ്ലിഷിംഗ് കമ്പനിയുടെ സിഇഒ ആണ്. റിലേഷൻഷിപ്സിനെ പറ്റിയൊക്കെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുള്ള വ്യക്തികളാണ് രണ്ടുപേരും. ഒരു പ്രത്യേക സാഹചര്യത്തിൽ രണ്ടുപേർക്കും ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടി വരും. അവരുടെ കഥയാണ് ഈ ഡ്രാമ. തന്റെ പുതിയ ബുക്കിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇന്റർവ്യൂ കൊടുക്കുന്ന ബോറയെ കാണിച്ചുകൊണ്ടാണ് ഡ്രാമ തുടങ്ങുന്നത്. ഇന്റർവ്യൂവർ അവളോട് ചോദിക്കും, ഇപ്പം പലരും കരിയറിനാണല്ലോ പ്രാധാന്യം കൊടുക്കുന്നത്, റിലേഷൻഷിപ്സിനൊന്നും പ്രാധാന്യം കൊടുക്കുന്നില്ല, അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം എന്ന്. അപ്പോൾ അവള് പറയും, എന്നെ സംബന്ധിച്ച് എനിക്ക് രണ്ടും ഒരുപോലെ കൊണ്ടുപോകാനായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാം അച്ചീവ് ചെയ്യാം എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണൊന്നും വേണ്ടാന്ന് വെക്കുന്നതെന്നാണ്. ഇപ്പോൾ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ഇവളാണെങ്കിൽ ഒരു ആംഗിളിൽ നിന്ന് മാത്രമേ ഫോട്ടോ എടുക്കാനായിട്ട് സമ്മതിക്കുന്നുള്ളൂ. അവളുടെ ആ സൈഡ് മാത്രമേ കാണാൻ കൊള്ളത്തുള്ളൂ, അല്ലാതെ എടുത്താൽ വൃത്തികേടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കാനും സമ്മതിക്കുന്നില്ല. അപ്പം ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇവള് അതിന് ഉത്തരം പറയുന്നതിന് പകരം ഇതിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത്. അപ്പോൾ ഇന്റർവ്യൂവർ ഇവളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, റിലേഷൻഷിപ്പിലാണല്ലോ, ആരാണതെന്ന് പറയാമോ എന്ന്. അതൊരു സാധാരണക്കാരനായ വ്യക്തിയാണ് എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ കല്യാണം ഉണ്ടാവുമോ എന്ന് ചോദിക്കും. ഇപ്പൊ എല്ലാ റിലേഷൻഷിപ്സും കല്യാണത്തിൽ അവസാനിക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ പ്രത്യേകതരം സ്ട്രാറ്റജിയോട് കൂടി വേണം റിലേഷൻഷിപ്സിനെ അപ്രോച്ച് ചെയ്യാമെന്നും കൂടി ഇവള് പറയും. ഇവളുടെ വർത്തമാനമൊന്നും ആ ഇന്റർവ്യൂ ചെയ്യാൻ വന്നിരുന്ന പെൺകുട്ടിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവസാനം ഇന്റർവ്യൂ അച്ചടിച്ച് വരുമ്പോൾ ഇവള് ജ്യൂസ് കുടിക്കാനായിട്ട് ഇരിക്കുന്ന ഒരു ഷോട്ടാണ് അവര് ഫോട്ടോ ആയിട്ട് കൊടുക്കുന്നത്. ഇവളോടുള്ള ദേഷ്യം അവർ അങ്ങനെയാണ് അവിടെ തീർക്കുന്നത്. സാങ്ജിൻ എന്നാണ് പബ്ലിഷിംഗ് കമ്പനിയുടെ ഓണറുടെ പേര്. അവിടുത്തെ സിഇഒ ആണ് സൂഹുക്ക്. സിഇഒ ആണെങ്കിൽ ഇവനെ കൺവിൻസ് ചെയ്യിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ബോറയുടെ കോൺട്രാക്ട് ഉടനെ എക്സ്പയർ ആവും, അപ്പം നമുക്ക് പുതിയ ബുക്കിന്റെ കോൺട്രാക്ട് എങ്ങനെയെങ്കിലും വാങ്ങിച്ചെടുക്കണം, അതിന് പോയി സംസാരിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ എങ്ങനെ നോക്കിയിട്ടും സൂഹുക്ക് കൺവിൻസ്ഡ് ആകുന്നില്ല. ബോറയുടെ ബുക്സ് എല്ലാം ബെസ്റ്റ് സെല്ലേഴ്സ് ആണ്, അങ്ങനെ ഒരാളുടെ കോൺട്രാക്ട് നമുക്ക് കിട്ടുന്നത് നല്ലതല്ലേ. പിന്നെ ഇതേണ്ട ഒരു പുതിയ ഇന്റർവ്യൂ പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്, ഇതൊന്ന് വായിച്ചു നോക്കിക്കേ. പുള്ളിക്കാരിക്ക് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു കരിയറും ഉണ്ട്, ലവ് ലൈഫും ഉണ്ട്, എല്ലാം കൊണ്ടും ആൾ പെർഫെക്റ്റ് ആണ്. ഇപ്പോഴും നിനക്ക് കൺവിൻസ് ആയില്ലേന്ന് ചോദിക്കും. അപ്പം ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്, അത് ഉടനെ കല്യാണത്തിൽ അവസാനിക്കും എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ്. ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ എന്തിനാണ് നമ്മൾ നമ്മുടെ കമ്പനിയിലേക്ക് കൊണ്ടുവരുന്നത്? ഇവർ ആൾക്കാർക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ട് സൂഹുക്ക് ദേഷ്യപ്പെട്ടിട്ട് സമ്മതിക്കാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. അവർ എത്രമാത്രം ഫോട്ടോസാണ് ആ നേരം കൊണ്ട് എടുത്തതെന്ന് അറിയാവോ? എന്നിട്ട് ഇത്രയും വൃത്തിയില്ലാത്തൊരു ഫോട്ടോ കൊടുത്തത് എന്നോട് പ്രതികാരം ചെയ്യാനായിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ബോറ അവളുടെ ഫ്രണ്ടായ യൂജിങ്ങിൻ്റെ അടുത്ത് പരാതി പറയും. നീ അവർ ചോദിച്ച ചോദ്യങ്ങളും നീ പറഞ്ഞ ഉത്തരങ്ങളും കൂടെ ഒന്ന് വായിച്ചു നോക്ക്, അവർ ഇത്രയല്ലേ ചെയ്തുള്ളൂ, ചെയ്തില്ലെങ്കിൽ അത്ഭുതമുള്ളൂ എന്ന് ഫ്രണ്ട് പറയും. എന്നിട്ട് അവളുടെ അടുത്ത് ചോദിക്കും, നീ എന്തിനാണ് നിന്റെ ബോയ് ഫ്രണ്ട് ഒരു സാധാരണക്കാരനാണ്, ഉടനെ ഒന്നും കല്യാണം കാണത്തില്ല എന്നൊക്കെ പറഞ്ഞത്? ജുവാൻ പറഞ്ഞല്ലോ 1 വർഷത്തിനുള്ളിൽ കല്യാണം കാണുമെന്ന് ഫ്രണ്ട് ചോദിക്കും. ജുവാൻ എന്നാണ് ബോറയുടെ ബോയ് ഫ്രണ്ടിന്റെ പേര്. അപ്പം എനിക്ക് അങ്ങനെ പറയാൻ പറ്റുമോ? ഇതുവരെ ഒരു പ്രോപ്പർ പ്രപ്പോസൽ പോലും എനിക്ക് കിട്ടിയിട്ടില്ല. 1 വർഷത്തിനുള്ളിൽ കല്യാണം കാണുമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവർ പ്രപ്പോസൽ എങ്ങനെ ആയിരുന്നു എന്ന് ചോദിക്കും. അപ്പം എനിക്ക് പറയാനായിട്ടൊന്നും ഇല്ലല്ലോ എന്ന് ബോറ തിരിച്ചു ചോദിക്കും. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബോറയ്ക്ക് ബോയ് ഫ്രണ്ടായ ജുഹാന്റെ കോള് വരും. അപ്പം അടുത്ത ദിവസം അവരുടെ 3rd ആനിവേഴ്സറി ആണ്, അന്ന് നമുക്ക് നേരിട്ട് കാണണം, എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ ബോറ ആകെ എക്സൈറ്റഡ് ആവും. അവളെ പ്രപ്പോസ് ചെയ്യാനാണെന്ന് അവളും യൂജങ്ങും കൂടി വിചാരിക്കും. ബോറ അനിയത്തിയുടെ കൂടെയാണ് താമസിക്കുന്നത്. അനിയത്തിയാണെങ്കിൽ ഇവളറിയാതെ പബ്ബിലൊക്കെ പോയിട്ട് ഒത്തിരി രാത്രിയായിട്ടാണ് വരുന്നത്. അപ്പോഴത്തേക്കും ബോറ മിക്കവാറും ഉറങ്ങിയിട്ടുണ്ടാവും. അടുത്ത ദിവസം സാങ്കിൻ സൂഹുക്കിനെ കൺവിൻസ് ചെയ്യാനായിട്ട് നോക്കും. എല്ലാ ബുക്സും ബെസ്റ്റ് സെല്ലേഴ്സ് ആണ്, അടുത്ത ബുക്കിന്റെ കോൺട്രാക്ട് നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മുടെ കമ്പനി രക്ഷപ്പെടും, നമ്മൾ രണ്ടുപേരും രക്ഷപ്പെടും എന്നൊക്കെ പറയും. പക്ഷെ സൂഹുക്ക് ഒരു രീതിക്കും സമ്മതിക്കുന്നില്ല. അങ്ങനെ ആനിവേഴ്സറിയുടെ അന്ന് ജുവാൻ ആണെങ്കിൽ ഒരു വലിയ റെസ്റ്റോറൻറ്റിലാണ് ഇവരുടെ ഡിന്നർ അറേഞ്ച് ചെയ്തേക്കുന്നത്. അവിടേക്ക് ബോറ വലിയ പ്രതീക്ഷയോടെയാണ് വരുന്നത്. ഇവളുടെ ബോയ് ഫ്രണ്ടായ ജുവാൻ ആണെങ്കിൽ മംസ് ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ഒരു ചിക്കൻ ഡെലിവറി റെസ്റ്റോറൻറ്റ് ചെയിനിന്റെ ഓണറുടെ മോനാണ്. ഇവരും വേറൊരു പിസ്സ ഡെലിവറിയുടെ ആൾക്കാരും തമ്മിൽ എഗ്രിമെന്റ് സൈൻ ചെയ്തു. അതാണ് ഇവൻ ഇത്രയും സന്തോഷത്തോടെ പറയാനായിട്ട് നോക്കിക്കൊണ്ടിരുന്നത്. കുറച്ച് കഴിയുമ്പോൾ അവനൊരു ഫോൺ കോൾ വരും. അപ്പോൾ തിരിച്ചു പോകണം, നമ്മുടെ ആനിവേഴ്സറിയുടെ അന്നാണ്, ഇത് ചെയ്യാൻ പാടില്ല എന്ന് എനിക്കറിയാം എന്ന് പറയുമ്പോൾ കുഴപ്പമില്ല, ജോലിയുടെ കാര്യമില്ലേ, ഞാൻ ക്ലിങ്ങി ആയിട്ടുള്ള ഒരു ഗേൾ ഫ്രണ്ട് അല്ല എന്ന് പറഞ്ഞിട്ട് സന്തോഷം അഭിനയിച്ച് ബോറ ഇവനെ പറഞ്ഞു വിടും. പ്രപ്പോസ് ചെയ്തില്ല എന്ന് പരാതി പറയാനായിട്ട് യൂജങ്ങിന്റെ ഹസ്ബൻഡിന്റെ കഫേയിലേക്കാണ് ബോറ വരുന്നത്. ഞാനൊരു മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്, നാളെ എനിക്കൊരു റേഡിയോ ഷോ ഉണ്ട്, അതിൽ ഞാൻ ഇൻഡയറക്റ്റ് ആയിട്ട് പറയാനായിട്ട് പോവുകയാണ്. എൻ്റെ എല്ലാ ഷോസും ജുവാൻ കേൾക്കാറുണ്ട്, ഇത് കേൾക്കുമ്പോൾ എന്തായാലും മനസ്സിലാവും, വളരെ വിലപിടിപ്പുള്ളതും എന്നാൽ ചെറുതും സ്പാർക്ലിയുമായിട്ടുള്ള ഒരു ഗിഫ്റ്റ് ഏതൊരു ഗേൾ ഫ്രണ്ടും പ്രതീക്ഷിക്കുന്നു ഞാൻ പറയാൻ പോവാണെന്ന് പറയും. അപ്പോൾ അവൾ ഉദ്ദേശിക്കുന്ന ഒരു ഡയമണ്ട് റിംഗ് ആണ്. ബോറ അടുത്ത ദിവസം ഒരു റേഡിയോ ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പം അതിൽ ആൾക്കാരൊക്കെ ലെറ്റേഴ്സ് അയച്ചിട്ട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കും, അവൾ അതിന് അഡ്വൈസ് കൊടുക്കണം, അങ്ങനെയാണ്. അപ്പം അതിൽ വന്നേക്കുന്ന ഒരു ലെറ്റർ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ചെറുതിലെ മുതലേ പരിചയമുള്ള ആൾക്കാരാണ്, 4 വർഷമായിട്ട് ഒരു റിലേഷൻഷിപ്പിലാണെന്ന് തോന്നുന്നു, ഇതുവരെ
റിലേഷൻഷിപ്പ് ഡിഫൈൻ ചെയ്തിട്ടില്ല. എൻ്റെ അടുത്ത് ഗേൾ ഫ്രണ്ട് ആകാമോ എന്ന് ചോദിച്ചിട്ടില്ല. ഒരിക്കൽ പോലും എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നിട്ടില്ല. ഞങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ഈ റിലേഷനുമായിട്ട് ഞാൻ മുന്നോട്ട് പോകണമെന്നാണ് ചോദിക്കുന്നത്. ഒരു കാരണവശാലും അങ്ങനെയുള്ള റിലേഷനുമായിട്ട് മുന്നോട്ട് പോകരുത്. ബോയ് ഫ്രണ്ട് ആണോ എന്ന് പോലും നമുക്ക് ഉറപ്പില്ല. ഒരിക്കൽ പോലും അവരതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല, നമുക്കൊരു ഗിഫ്റ്റ് തന്നിട്ടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മുടെ ലൈഫിലേക്ക് വന്ന പോലെ തന്നെ ഒന്നും മിണ്ടാതെ അവരൊരു ദിവസം ഈ റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചിട്ട് പോകും. അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ യാതൊരു കോണ്ടാക്റ്റും വെക്കരുത്. ഈ ബന്ധം ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്നാണ് പറയുന്നത്. സുഹൂക്ക് ഓഫീസിലേക്ക് ഡ്രൈവ് ചെയ്ത് വരുന്നത് ഈ റേഡിയോ ഷോ കേട്ടോണ്ടാണ്. ഈ ലെറ്റർ വായിച്ച് കേൾക്കുമ്പോൾ തന്നെ അവനെന്തോ സംശയം തോന്നും. പക്ഷെ ബോറയുടെ മറുപടി എല്ലാം കേട്ട് കഴിയുമ്പോഴത്തേക്കും അവനൊട്ടും ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഇവള് ഈ പ്രോഗ്രാം കഴിച്ചിട്ട് പോകാനായിട്ട് തുടങ്ങുന്നുണ്ടേ ആ റേഡിയോ സ്റ്റേഷനിൽ ഒരു സ്റ്റാഫ് വന്നിട്ട് അവളോട് ചോദിക്കും, ഇന്ന് ആദ്യം വായിച്ച ലെറ്റർ ഉണ്ടല്ലോ, അതിലെ ആൾക്ക് നമ്മൾ ഒരു അവസരം കൂടി കൊടുത്താലോ എന്ന് ചോദിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ ഒരിക്കലും കമ്മിറ്റഡ് ആകത്തില്ല. നമ്മളുടെ അടുത്ത് റിലേഷന് ഒരു ഡെഫിനേഷൻ തരാതിരിക്കുകയും ഒരിക്കൽ പോലും നമുക്കൊരു ഗിഫ്റ്റ് തരികയും ചെയ്തിട്ടില്ലാത്ത ഒരാളാണെങ്കിൽ നമ്മൾ ഒരിക്കലും അവരെ വിശ്വസിക്കാനായിട്ട് പാടില്ല. അങ്ങനെയുള്ളവരെ വിശ്വസിച്ചാൽ നമ്മളുടെ ലൈഫ് ഇല്ലാതായി പോകുമെന്ന് പറഞ്ഞിട്ടാണ് ബോറ അവിടുന്ന് പോകുന്നത്. ഡെബോറയുടെ റേഡിയോ ഷോ ഞാൻ കേട്ടായിരുന്നു. എന്ത് നോൺസെൻസ് ആണ് അവർ വിളിച്ചു പറഞ്ഞത്. മറ്റുള്ളവരുടെ മനസ്സ് വായിക്കാൻ പറ്റുന്ന കൂട്ടാണല്ലോ അവർ സംസാരിക്കുന്നതെന്ന് സാങ്ജിൻ്റെ അടുത്ത് സുഹു ചോദിക്കും. അപ്പൊ സാങ്ജിൻ പറയുന്നത് ഞാനും ആ റേഡിയോ ഷോ കേട്ടായിരുന്നു, അവർ പറഞ്ഞതെല്ലാം ശരിയായ കാര്യങ്ങളല്ലേ, ശരിക്കുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ആ ഷോയിൽ പറഞ്ഞിട്ടുള്ളൂ, എനിക്ക് അങ്ങനെയാണ് തോന്നിയതെന്ന് പറയും. ഇവന്റെ ഈ സംസാരവും ദേഷ്യവും പെരുമാറ്റവും എല്ലാം കാണുമ്പോൾ സാങ്ജിന് സംശയം തോന്നിയിട്ട് ചോദിക്കും, നീ യൂറി ഇതുവരെ പ്രപ്പോസ് ചെയ്തിട്ടില്ലേ, ഗേൾഫ്രണ്ട് ആവണം എന്ന് പറഞ്ഞിട്ടില്ലേ ചോദിക്കും. അപ്പൊ ഇവനൊന്നും മിണ്ടത്തില്ല. ഇല്ലല്ലേ, എനിക്ക് മനസ്സിലായി, നീ ഒരു ചെറിയ ഗിഫ്റ്റ് എങ്കിലും ഇതുവരെ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കും. യൂറിക്ക് അതൊന്നും ഇഷ്ടമല്ല എന്ന് ഇവനോട് പറയും. അപ്പൊ നിനക്ക് കൊടുക്കാനായിട്ട് ഇഷ്ടമില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് യൂറി അതൊന്നും വേണ്ടാന്ന് പ്രിറ്റൻഡ് ചെയ്യുകയാണ്. ഒരിക്കലും നീ അത് ചെയ്യരുതായിരുന്നു. എനിക്ക് ആ കുട്ടിയുടെ കാര്യം ആലോചിച്ചിട്ട് കഷ്ടം തോന്നുന്നു. യൂറി നിന്നെ കളഞ്ഞിട്ട് പോകത്തില്ലെന്ന് എന്താണ് ഉറപ്പ്? ഞാനായിരുന്നെങ്കിൽ എന്നേ അത് ചെയ്തേനെ. ഒരു കാര്യം ചെയ്യും, നിനക്ക് ഞാനൊരു ബുക്ക് റെക്കമെൻഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ബോറയുടെ ഒരു ബുക്കാണ് പറയുന്നത്. ഈ ബുക്ക് നീ ഒന്ന് വായിച്ചു നോക്ക്, നിനക്ക് എന്തായാലും ഉപകാരപ്പെടും എന്ന് പറയും. റേഡിയോ ഷോ കേട്ടപ്പോൾ തന്നെ ഇവന് കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സാങ്ജിൻ പറഞ്ഞത് കേട്ട് ബോറയുടെ ബുക്ക് വാങ്ങിക്കാനായിട്ട് ഒരു ബുക്ക് സ്റ്റോറിലേക്ക് അന്ന് വൈകിട്ട് ചെല്ലും. അതെല്ലാം ഇങ്ങനെ തിരിച്ചു നോക്കുന്നുണ്ട് ഇവന്റെ പല ക്യാരക്ടർ ട്രേറ്റ്സും അതിൽ അവൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവന് കൂടുതൽ ഇൻട്രസ്റ്റ് ആവും. ആ ബുക്ക് ഫുൾ മറിച്ച് നോക്കിയിട്ട് അതും ബാക്കിയുള്ളവളുടെ ബുക്സും എല്ലാം വാങ്ങിച്ചുകൊണ്ടാണ് അവിടുന്ന് ഇറങ്ങുന്നത്. എന്നിട്ട് സാങ്ജിനെ ഫോൺ ചെയ്ത് അടുത്ത ദിവസം ബോറയായിട്ട് ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തോളൂ, പോയി കണ്ട് സംസാരിച്ച് കോൺട്രാക്ടിന്റെ കാര്യം ഞാൻ റെഡിയാക്കാം എന്ന് പറയും. ബോറ ഈ സമയത്ത് ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ ഒരു ഡയമണ്ട് റിംഗ് നോക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഒരു മോതിരം കാണുമ്പോൾ അവൾക്ക് ഇഷ്ടപ്പെടും. അതെടുത്തിട്ട് ഇത് ഇവിടെ വെച്ചേക്കണം, ഞാൻ അടുത്ത ദിവസം എൻ്റെ ബോയ് ഫ്രണ്ടുമായിട്ട് വരും, അപ്പോൾ ഇവർ പുതിയത് വന്നതാണെന്നുള്ള രീതിക്ക് ഇവൾ ആദ്യമായിട്ട് കാണുന്ന രീതിക്ക് കാണിച്ചു കൊടുക്കണം എന്ന് പറയും. അപ്പോൾ കടയിൽ നിൽക്കുന്ന പെൺകുട്ടി അത് സമ്മതിക്കും. അന്നേരമാണ് സുഹൂക്ക് അവിടേക്ക് വരുന്നത്. അപ്പം എനിക്കൊരു മോതിരം വേണം എന്ന് പറയും. എങ്ങനെയുള്ള മോതിരം വേണമെന്ന് ചോദിക്കുമ്പോൾ അവന് പറയാനായിട്ട് അറിയത്തില്ല. എങ്ങനെയല്ല ഉള്ളത് മതി, ഒരു ചെറിയ മോതിരം മതി, അതിലൊന്നും വലിയ കാര്യമില്ല എന്ന് പറയും. ബോറ ഇത് കേൾക്കുന്നുണ്ടെ പറയും, ഒരു ഗിഫ്റ്റും നമ്മൾ ആർക്കും വെറുതെ കൊടുക്കാറില്ല, അതിന് എന്തെങ്കിലും ഒരു അർത്ഥം കാണും, എത്ര ചെറുതാണെങ്കിലും ഗിഫ്റ്റിന്റെ ഒരു അർത്ഥം ഉണ്ടാവും എന്ന് പറയും. പണ്ടേ അവൻ പറയും, നമുക്ക് താല്പര്യം ഇല്ലാതെ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്, മറ്റേ ആൾക്ക് ഗിഫ്റ്റ് കിട്ടാൻ ഇഷ്ടം ഉണ്ടായിരിക്കും, നമുക്ക് പക്ഷെ കൊടുക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും അതിന് ബ്രൈബറി എന്നാണ് പറയുന്നത്, അതിന് പ്രത്യേകിച്ച് വേറെ മീനിങ് ഒന്നും ഇല്ല എന്ന് പറയും. ഇത് കേൾക്കുന്നുണ്ടെ ബോറ ആണെങ്കിൽ അവിടെ നിൽക്കുന്ന സെയിൽസിൽ നിൽക്കുന്ന പെൺകുട്ടികളുടെ അടുത്ത് പറയും, അയാൾ കൊടുക്കുന്ന ഗിഫ്റ്റ് നന്നായിട്ടൊന്നും പാക്ക് ചെയ്യേണ്ട, കാരണം നാളെ തന്നെ അയാൾ അതുകൊണ്ട് റീഫണ്ടിന് വരാൻ സാധ്യതയുണ്ടെന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ സുഹൂക്കിന് ദേഷ്യം വരും. അവൻ അന്നേരം തന്നെ ഇവള് മാറ്റി വെച്ച റിംഗ് വേണം എന്ന് പറയും. ഞാനിത് മാറ്റി വെക്കാൻ പറഞ്ഞതല്ലേ, ഞാൻ അടുത്ത ദിവസം വരും എന്ന് ഇവള് പറയുന്നുണ്ടെങ്കിലും അവളുടെ കയ്യിൽ നിന്ന് ഊരി വാങ്ങിച്ചാണ് അവര് സുഹൂക്കിന് കൊടുക്കുന്നത്. സുഹൂക്ക് ആണെങ്കിൽ അന്നേരം അത് വാങ്ങിക്കും എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത്. ബോറ അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ തന്നെ ഇതിന്റെ വില കേട്ടിട്ട് അവനത് കുറച്ച് കൊടുക്കണം, ഇത് കൂടുതലാണെന്നൊക്കെ പറഞ്ഞ് അവരോട് ബാർഗെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ബോറ ഇത് കാണുന്നില്ല. ബോറയ്ക്കാകെ ദേഷ്യമോ, മനഃപൂർവ്വം അവൾ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ആ റിംഗ് തന്നെ അവൻ സെലക്ട് ചെയ്തതാണെന്ന് അവൾക്ക് മനസ്സിലാവും. അവൾ ആ ദേഷ്യത്തിൽ നിൽക്കുമ്പോഴാണ് യൂജങ്ങിന്റെ കോള് വരുന്നത്. യൂജങ്ങാണ് ജുവാനയും ബോറയും തമ്മിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. അപ്പം ഇവരുടെ കല്യാണം നടക്കുവാണെങ്കിൽ ഇവർക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു ഡിസൈനർ ബാഗ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് ബോറ സമ്മതിച്ചിട്ടുണ്ടായിരുന്നു. അത് എത്രയും പെട്ടെന്ന് പോയി സെലക്ട് ചെയ്ത് വാങ്ങിച്ചോ, ഞാൻ പൈസ തരാമെന്ന് ബോറ പറഞ്ഞതനുസരിച്ച് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ സ്റ്റോറിലേക്ക് വന്നതാണ്. അവിടെ വെച്ച് അവൾ ജുവാനെ കാണും. അവൾ അന്നേരം തന്നെ ബോറയെ വിളിച്ച് പറയും, ഇവിടുന്ന് ഒരു ജ്വല്ലറി സ്റ്റോറിൽ നിന്ന് ജുവാൻ ഒരു റിംഗ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു എന്ന്. അവളെ പ്രപ്പോസ് ചെയ്യാനാണെന്ന് ബോറയ്ക്ക് മനസ്സിലാവും. ആ സന്തോഷത്തിൽ അവൾ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് കഴിച്ചുകൊണ്ട് നടക്കുമ്പോഴാണ് അവിടെ ഒരു റെസ്റ്റോറന്റിൽ സുഹൂക്ക് ഇരിക്കുന്നത് കാണുന്നത്. അവനാണെങ്കിൽ ഈ റിംഗ് ഒക്കെ വാങ്ങിച്ച് അവന്റെ ഗേൾഫ്രണ്ടിന്റെ അടുത്ത് പ്രപ്പോസ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. ഇവള് കാണുന്നുണ്ടെ മനസ്സിലാവും ഇവക്ക് അവളുടെ റിംഗ് വാങ്ങിച്ച ആളാണെന്ന്.
പുറത്ത് നിന്ന് ഇങ്ങനെ കാണിക്കും, ആ റിങ് എന്റേതാണ്, കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഇയാൾ വെച്ചോ എന്നുള്ള രീതിക്ക് കാണിച്ചിട്ടാണ് പോകുന്നത്. അവിടേക്ക് വരുന്ന റേഡിയോ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന യൂറി എന്ന് പറഞ്ഞ പെൺകുട്ടിയാണ്. അപ്പോൾ ഈ കുട്ടിയെ കാണുന്നുണ്ടെങ്കിൽ ഇവന് ഈ റിങ് ഒളിപ്പിച്ച് വെക്കും. അവൾ വന്നിരിക്കുന്നുണ്ട് തന്നെ അവന് മനസ്സിലാവും അവള് ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തായിരുന്നു, സോജു ഒക്കെ കുടിച്ചിട്ടുണ്ടെന്ന്. ഫ്രണ്ട്സിൻ്റെ കൂടെ ആയിരുന്നോ ചോദിക്കുമ്പോഴത്തേക്കിനും അതെ ആയിരുന്നു. എത്ര കൃത്യമായിട്ട് തന്നെ ഇയാൾക്ക് അറിയാം. ഞാനൊരു കാര്യം പറയാനായിട്ട് വന്നതാണ്. നമ്മുടെ റിലേഷൻഷിപ്പ് നമുക്ക് ഇന്ന് വെച്ച് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഞാൻ വേറൊരാളുമായിട്ട് ഇഷ്ടത്തിലാണ്, ഞങ്ങൾ കല്യാണം കഴിക്കാനായിട്ട് തീരുമാനിച്ചു എന്ന് പറയും. ഇത് കേൾക്കുന്ന ഇവനൊരു ഷോക്കാണ്. അവൻ്റെ മുഖം കാണുന്നുണ്ടെങ്കിൽ ഇവൾ ചോദിക്കുന്നത്, എനിക്ക് വേറെ ആരുമില്ല, വേറെ ആരും ഫ്രണ്ട്സ് ആയിട്ടില്ല എന്നാണ് നീ വിചാരിച്ചു വെച്ചിരുന്നത്? ഞാൻ ഇത്രയും കാലം നമ്മളുടെ റിലേഷൻഷിപ്പ് എന്താണ്, എൻ്റെ സ്റ്റാറ്റസ് എന്താണെന്ന് അറിയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നിന്റെ ഭാഗത്തു നിന്ന് ഒരു റെസ്പോൺസും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ പല രീതിയിലും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നോക്കി. എനിക്ക് ഒന്നിലും താല്പര്യമില്ലാത്ത രീതിക്കൊക്കെ ഞാൻ അഭിനയിച്ചു. എന്തെങ്കിലും ഒരിക്കൽ നീ എന്നോട് എന്തെങ്കിലും പറയും, എനിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റെങ്കിലും തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ സംസാരിക്കുമ്പോൾ ഇവൾ പറയുന്ന പല വാചകങ്ങളും ഡെബോറ അന്നത്തെ റേഡിയോ ഷോയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഇവനിത് കേട്ടിട്ടുള്ളതുകൊണ്ട് കൃത്യമായിട്ട് അവന് മനസ്സിലാവും. അപ്പം ഇവൻ ചോദിക്കും, ഇന്ന് ആ റേഡിയോ ഷോയിൽ ആ ലെറ്റർ എഴുതിയത് നീയാണോ? അതെ ഞാനാണ്. എനിക്ക് നമ്മുടെ റിലേഷൻ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് കൃത്യമായൊരു ധാരണ വേണമായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് കൃത്യമായിട്ടൊരു ധാരണ കിട്ടിയത്. അതുകൊണ്ടാണ് ഇത് അവസാനിപ്പിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചതെന്ന് ആ പെൺകുട്ടി പറയും. ഇവനാണെങ്കിൽ തിരിച്ചൊന്നും പറയത്തില്ല. അവൻ്റെ മനസ്സിൽ മുഴുവൻ ഈ റിലേഷൻഷിപ്പ് അവസാനിക്കാൻ കാരണം ഡെബോറയാണ് എന്നുള്ളൊരു ചിന്തയാണ് നേരം വരുന്നത്. ആ ലെറ്റർ എഴുതി അതിനൊന്ന് മറുപടി കിട്ടിയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെയൊരു ഡിസിഷൻ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയതെന്നും കൂടി പറഞ്ഞിട്ടാണ് യൂറി അവിടുന്ന് പോകുന്നത്. അപ്പോൾ അവൾക്ക് പനിയൊക്കെ ആയിരുന്നു. ഇവൻ ഉടനെ പുറകെ പോയി മെഡിസിനൊക്കെ വാങ്ങിച്ച്, പനിക്കുള്ള മെഡിസിനും ഹാങ് ഓവറിനുള്ള മെഡിസിനും എല്ലാം വാങ്ങിച്ച് കൊടുത്തിട്ടാണ് ഇവളെ ടാക്സിയിൽ കയറ്റി വിടുന്നത്. യൂറിയെ ടാക്സിയിൽ കയറ്റി വിട്ടിട്ട് ആകെ തകർന്നാണ് സൂഹുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നത്.